എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് വളരെ നല്ലൊരു പ്ലാന്റ് ആണ്. നല്ലൊരു കണ്ടന്റുകളുടെ ഒരു കലവറയാണ് ഈ റോസ്മേരി പ്ലാന്റ്. അല്ലേ നമ്മൾ മണമുണ്ടോ? ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ആ ലീഫ് നമുക്ക് ഇറച്ചിക്കകത്തും അതുപോലെ എല്ലാ കറികളുടെ കൂടെയും നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഈ പ്ലാന്റിനെ വളർത്താൻ പറ്റും. ഇൻഡോറായിട്ടാണെങ്കിൽ നമുക്ക് വീടിനകത്തൊരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ കൊതുക് നിവാരണത്തിന് ഈ പ്ലാന്റ് നല്ലതാണെന്ന് കാണപ്പെടുന്നു. ഇത് വളരെ ഫലപ്രദമായിട്ട് വരുന്നത് മുടിയുടെ പ്രശ്നങ്ങൾക്കാണ്. അതായത് ഹെയർ ഫോളുകളും അതുപോലെ നമ്മുടെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. അതായത് കാച്ചിയ എണ്ണയിൽ ഇത് റോസ്മേരി ഇട്ട് കാച്ചിട്ട് നമ്മൾ തലയെ സ്ഥിരം വെക്കുകയാണെങ്കിൽ ഡാൻഡ്രഫിന് ഒത്തിരി മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഓരോ റോസ്മേരി വെച്ചിട്ടുണ്ട്. നമ്മളും നമ്മുടെ വീട്ടിലൊരു പ്ലാന്റ് അങ്ങോട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് തട്ടിയാലോ, നമ്മൾ വെച്ചാലോ? നമ്മൾ ഒരു കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കുഴിക്കകത്തോടെ റോസ്മേരി നൈസായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. പൊട്ടിക്കുക. കൂടിൽ വരിക്കും നമുക്ക് റോസ്മേരി ഇരിക്കുന്നത്. അപ്പോൾ റോസ്മേരി എടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ പൊട്ടിച്ച് വിടുക. ചെടി പോലും അറിയാതെ വേണം നമ്മൾ ചെയ്യുന്നതാണ്. ചെടി പോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ നൈസായിട്ട് കുഴിയോട്ട് വെക്കുക. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് ഈ കാണുന്നത് ആര്യവേപ്പാണ് കേട്ടോ. നമുക്ക് കുഴിയോട്ട് വെച്ചിട്ടുണ്ട്. പപ്പാണ് തൂവായിട്ട് പപ്പാണ്. ഇനി നമ്മൾ ഇച്ചിരി മണ്ണുണ്ട് ഇവിടെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവുകൊണ്ട് മണ്ണെടുക്കുക. ഇവുകൊണ്ട് ഇച്ചിരി മണ്ണുണ്ട്. അത് വേണ്ടിയാണ് നമുക്ക് ഇവിടെ കുറേ മണ്ണുണ്ട്. ഇവിടെ നമുക്ക് കുറേ മണ്ണുണ്ട്. നമുക്ക് അവിടെ പച്ച ഇടുന്നത് നമ്മൾ ഇത് മണ്ണൊക്കെ ഇടുന്ന ഇതിനകത്തോട്ടാ. ഇനി ഇതിനകത്ത് മണ്ണെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ടത് ഇത് ചെടി ഇങ്ങോട്ട് വെക്കുക. റോസ്മേരി നല്ല മണ്ണുണ്ട്. പക്ഷെ നമ്മൾ കുടി കുഴിച്ചിട്ട് വേണം ഇത് റോസ്മേരി ഇടാൻ. ഇതുണ്ടോ കുടി കുഴിച്ചിട്ട് ഇട്ടു. ഇനി നമുക്ക് ഇത് മണ്ണും കൊണ്ട് അവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. നമുക്ക് ഇത് കണ്ടോ, ഇത് പീസ് എടുത്ത് റോസ്മേരിയുടെ അടുത്തോട്ട് ഇടുക. കുഴിയൊന്നും വേണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കണം. നമുക്ക് മേമഴ അടിച്ചിട്ട് ചാണകപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതെ, പിന്നെ ഇത് കുറച്ചിടുവാണ്. അത് കുറച്ചിട്ടിട്ട് നമ്മള് ഇവിടെ ആക്കി നമുക്ക് സെറ്റപ്പ് ചെയ്യും. റോസ്മേരി ചാണകപ്പൊടി മമ്മിയുടെ പൊടി വെച്ചു. ഇനി അത് വളർന്നു വരട്ടെ. നമുക്ക് അടിവളമൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ചെടിയാ. നിങ്ങൾ എല്ലാവരും ഇത് വീഴ്ച വെക്കുന്നത് നേരെ കുറിച്ച് വെക്കണം. നമ്മൾ ഇത് മണ്ണ് നമ്മൾ ഇങ്ങനെ നോക്കുക. ചാണകമൊക്കെ വേണം കുറിച്ച് വെക്കണം. എന്നിട്ട് പുഴു ഉണ്ട് കണ്ടോ, ഇതാ പുഴു. ഞങ്ങൾ ചാണകം ഇട്ട് വേണം കഴിച്ച്. എൻ്റെ കയ്യിൽ ഇച്ചിരി ചാണകമാണ്. ഇട്ട എണ്ണ തലയെ മമ്മി തേച്ച് തരുന്നത്. ഞങ്ങളും ഇത് വീഡിയോ സെർച്ച് ചെയ്യണം. ഞങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറാ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോകളും പുതിയ വിശേഷങ്ങളും പുതിയ യാത്രകളും പുതിയ അനുഭവങ്ങളുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ ബൈ.